ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പച്ചരി വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല സിമ്പിളാണെന്ന് ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചരി ആട്ടോ. അപ്പോൾ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് സോക്കാൻ വേണ്ടി വെക്കണേ. ഒരുപാട് സമയം വെക്കേണ്ടിയില്ല, 2 മണിക്കൂർ എന്തായാലും കുറഞ്ഞത് വെക്കുക തന്നെ ചെയ്യണം. എന്നാൽ മാത്രമായിട്ട് നമ്മൾ അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. നമുക്ക് ഈ ഒരു കപ്പ് പച്ചരി വെച്ചിട്ട് ഒരു 8 അപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, എന്തായാലും ട്രൈ ചെയ്ത് വെക്കാം. നമ്മളിതാ കൈ എടുത്ത പച്ചരിയിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 2 മണിക്കൂർ സോക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പച്ചരിയൊക്കെ നന്നായിട്ട് കുതിർന്നതാണ് ഈ ഒരു പരുവത്തിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പച്ചരിയിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് രാവിലെ ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ രാത്രി കുതിർത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ടൈം ഇല്ലെങ്കിലാട്ടോ 2 മണിക്കൂർ പറഞ്ഞത്. 2 മണിക്കൂറെങ്കിലും എന്തായാലും വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ രാത്രി കുതിർത്ത് വെച്ചിട്ട് രാവിലെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് പച്ചരി മാത്രമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചോറാട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ചോറില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇത് അവിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഒരു ടേബിൾ സ്പൂണും ചോറിപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ചോറില്ലെങ്കിൽ അവിലെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണും അവിലൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അവിൽ മാത്രം നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചോറിട്ടിട്ടുണ്ട് 1 ടേബിൾ സ്പൂണോളം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് 1 കപ്പ് പച്ചരി, 1 ടേബിൾ സ്പൂണും ചോറും, 1 ടേബിൾ സ്പൂണോളം നമ്മൾ തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്തെടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണുള്ള പഞ്ചസാരയും കൂടിയും ചേർത്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. നമ്മളെ മാവ് കുറച്ചൊരു കട്ടിലാട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 1/2 കപ്പോളം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തരിതരിപ്പ് ഒന്നും ഇല്ലാത്ത രീതിക്ക് അരച്ചെടുക്കുക. അപ്പം നമ്മളിപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവ് ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇതിലേക്കൊന്നും ചേർക്കാനില്ല, അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമ്മളിതാ മിക്സിയിൽ ചാർത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണും തേങ്ങ ഇട്ട് എടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 1/4 കപ്പ് തേങ്ങ കേട്ടോ. നമ്മൾ ഈ 2 ടേബിൾ സ്പൂൺ തേങ്ങ എന്ന് പറയുന്നത് ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ ഉണ്ടാവും. അതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് ജീരകം കേട്ടോ, വലിയ ജീരകം ഇല്ലേ, അതൊരു 1/2 ടീസ്പൂൺ ജീരകം നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ജീരകം കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ടും ഉണ്ടാകാൻ. അപ്പം നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുഞ്ഞുള്ളി കേട്ടോ, ചെറിയ ഉള്ളിയില്ലേ, അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 5-6 എടുത്താൽ മതി കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ സവാള തന്നെ ചേർത്തെടുക്കാം. അതൊന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് അരച്ചെടുക്കരുത്, ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കുന്നതിലും ഒന്നുകൂടി ഒന്ന് ഒരു പൊടി പോലെ കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതുപോലെ ചമ്മന്തിയൊക്കെ നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കുമല്ലോ, വെള്ളമൊന്നും ചേർക്കാനേ പാടില്ല. ഈ ഒരു രീതിക്ക് അരച്ചെടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മളെ മാവ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിക്കാട്ടോ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. നല്ല ലൂസാകാനും പാടില്ല, നല്ല കട്ടിയായിട്ട് ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഒരു പാൻ വെച്ചെടുത്തിട്ട് അത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്തിലേക്ക് ഓയിലോ എണ്ണയോ എന്തെങ്കിലും നമുക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ആക്കി കൊടുക്കാണ്ട് നമുക്കിതാ ഇതുപോലെ അങ്ങ് റെഡിയാക്കിയിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു സ്പൂണ് മാവ് ഞാനിപ്പോൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ദോശയൊക്കെ ഒഴിച്ചതിന് ശേഷം ഉണ്ടാക്കിയെടുക്കുന്ന പോലെ പരത്തി എടുക്കണ്ട കേട്ടോ. ഇതുപോലൊന്ന് നമ്മൾ മാവ് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ തേങ്ങയും ജീരകം ഉള്ളി ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിതിൽ തേങ്ങയും ഉള്ളിയും നമ്മൾ ജീരകമൊക്കെ ക്രഷ് ചെയ്തിട്ട് ചേർക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാവ് ഒഴിച്ചതിന് ശേഷം ഇതിൽ നന്നായിട്ട് ബബിൾസ് വന്ന് തുടങ്ങണം കേട്ടോ. ബബിൾസ് നന്നായിട്ട് വന്ന് തുടങ്ങിയതിന് ശേഷം നമ്മൾ അതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ആദ്യം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക മാവ് ഒഴിക്കുന്ന സമയത്ത്. അതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിം അല്ല, ലോ ഫ്ലെയിമിൽ തന്നെ മാറ്റി കൊടുക്കാം.
നന്നായിട്ട് ബബിൾസൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയ സമയത്താട്ടം നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ജീരകം, ഉള്ളി, നമ്മൾ തേങ്ങയും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം, അതിനും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇനിയിപ്പം എരിവൊന്നും ഒരുപാട് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, സ്കിപ്പ് ചെയ്യാൻ, കുഴപ്പമൊന്നുമില്ലേ. അപ്പോൾ നമ്മളിതിന് ഇതും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിനൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് ഒരുപാട് സമയം വെക്കേണ്ടിയില്ല. ഇപ്പം തന്നെ അതിൻ്റെ മുകൾ ഭാഗം ഏകദേശം ഒന്ന് ആറി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ആറി വന്നാൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഏകദേശം നന്നായിട്ടൊന്ന് ആറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ ഇതിലേക്ക് എണ്ണ ചേർത്തെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പം എണ്ണയൊന്നും ചേർക്കാതെ ആട്ടോ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം കൂടി ഒന്നൊന്ന് കളറൊന്ന് മാറി തുടങ്ങട്ടെ, നന്നായിട്ട് മാറണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് കളർന്ന് മാറി വന്നാൽ നമുക്കിതിനെ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി. ഇനി ഒരുപാട് കളറൊന്നും മാറ്റി കരിയിച്ച് കളയണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലായിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി എണ്ണയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എണ്ണയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സിമ്പിളായിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയം വേണ്ട, ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഇനി കറി ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക്